പുതുക്കാട് കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിനെ ആശ്രയിക്കുന്ന യാത്രക്കാർ നേരിടുന്നത് കടുത്ത അവഗണന. ബസ്സുകൾ ദേശീയപാതയിൽ തന്നെ നിർത്തുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യം. ദേശീയപാതയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്ന ഇടമാണ് പുതുക്കാട് കെ.എസ്.ആർ.ടി.സി ഡിപ്പോ. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ബസ് സർവീസുകൾ നിയന്ത്രിക്കാൻ ഇത് സൗകര്യമാകും. ഇവിടെ സ്റ്റാൻഡിനായി ഏറ്റെടുത്ത ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകെ 4.5 ഏക്കർ സ്ഥലമുള്ളതിനാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താനാകും. പക്ഷേ നിലവിൽ ദേശീയപാതയിൽ നിന്ന് സ്റ്റാൻഡിലേക്കും തിരിച്ചുമുള്ള ബസ്സുകളുടെ പ്രവേശനം അപകടകരമാണ്. കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിന് മുന്നിലെ യു-ടേൺ അടച്ചതോടെ ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ദേശീയപാതയിൽ തന്നെ നിർത്തുന്നത് അപകടമാണ്. ഇത് കണക്കിലെടുത്ത് കെ രാമചന്ദ്രൻ എം.എൽ.എ ഇടപെട്ട് സർവീസ് റോഡിനോട് ചേർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരുന്നു. എന്നാൽ തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ സർവീസ് റോഡിലൂടെ വന്ന് ഈ സ്റ്റോപ്പിൽ നിർത്തി സർവീസ് നടത്തണമെന്ന് ഉത്തരവുണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ല. ഈ കെ.എസ്.ആർ.ടി.സി ജംഗ്ഷനിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് കാരണം കൊണ്ട് തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഇതിന് നേരെ ഓപ്പോസിറ്റിൽ ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കുകയുണ്ടായി. അത് കെ.എസ്.ആർ.ടി.സിയും അത് നിയമപരമായിട്ട് തെക്ക് നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും, ചെറിയ വാഹനം തൊട്ട് വലിയ വാഹനം, ദീർഘദൂര വാഹനങ്ങൾ വരെ നിർത്തി ആളെ കയറ്റി കൊണ്ടുപോകേണ്ട നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. എന്തോ നിർഭാഗ്യവശാൽ അത് ഒരു മുഴുവനും എന്ന് പറയുന്നില്ല, ഒരു 75% വാഹനങ്ങളും ആ പുതിയ ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല. പക്ഷേ സിഗ്നലിൽ കഴിഞ്ഞിട്ട് വളരെ സ്പീഡിൽ വരുന്ന വണ്ടികൾക്ക് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നോ ഇവിടെ നടുറോട്ടിൽ വണ്ടി നിർത്തി ആളെ കയറ്റുമെന്നുള്ള ഒരു അറിവ് ഡ്രൈവർമാർക്ക് ഉണ്ടാവില്ല. ഇവിടെ പ്രൈവറ്റ് ബസ് തൊട്ട് കെ.എസ്.ആർ.ടി.സിയുടെ മിക്കവാറും ബസ്സുകൾ ഹൈവേയിൽ തന്നെ സഡൻ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് ആളുകൾ കയറ്റിക്കൊണ്ടുപോകുന്നത്. അത് വളരെ അപകട സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതിനാൽ ബഹുമാനപ്പെട്ട കെ.എസ്.ആർ.ടി.സി അധികൃതർ ജീവനക്കാർക്ക് ആ പുതിയതായി ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പിൽ വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോകണമെന്ന കർശനമായ നിർദ്ദേശം കൊടുക്കണം. യാത്രക്കാരെ റോഡിൽ ഇറക്കി വിടുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് മാത്രമല്ല, സ്ത്രീകളും വയോധികരുമായവർക്ക് ബസ്സിൽ കയറുന്നതും ഇറങ്ങുന്നതും വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. NH-നോടടുത്ത് ഇത്തരം സൗകര്യങ്ങളുള്ള ഒരു ബസ് സ്റ്റാൻഡ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. തൊട്ട് അങ്കമാലി അതിനേക്കാളൊക്കെ എത്രയോ സ്ഥലം, അതായത് പുതുക്കാട് പഞ്ചായത്തിൻ്റെ 1 ഏക്കറും അളഗപ്പനഗർ പഞ്ചായത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾക്കുള്ള സൗകര്യമുള്ള സ്ഥലമാണിത്. ആ തുടങ്ങുന്ന സമയത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതായത് അപ്പോൾ അതിൻ്റെ വരുമാനം പുതുക്കാട് പഞ്ചായത്തിനും അളഗപ്പനഗർ പഞ്ചായത്തിനും കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമായിരുന്നു. അതും പക്ഷേ ഇതുവരെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ പിന്നെ അന്ന് നിൽക്കുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇത് നിന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് പറഞ്ഞിരുന്നു ഒരു ഹബ്ബ് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഇതുവരെ ഒന്നും കണ്ടില്ല. ഇവിടെ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നിടത്ത് മറ്റു വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് സുഗമമായ ഗതാഗതത്തിന് തടസ്സമാകുന്നതായി കെ.എസ്.ആർ.ടി.സി ഡ്രൈവർമാർ പറയുന്നു. ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന LS2 സൂപ്പർ ഫാസ്റ്റുകളും മറ്റ് സൂപ്പർ ഫാസ്റ്റുകളും സ്റ്റാൻഡിൽ കയറുന്നില്ല. റിസർവ് ചെയ്ത യാത്രക്കാരെ റോഡിൽ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തിയിടുന്നത് പുറകിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് ഇടയാക്കും. കാരണം ഇതിലെ NH-ന്ന് ഇങ്ങോട്ട് തിരിയാനോ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലോട്ട് കയറി പോകാനോ ഒരു സൗകര്യങ്ങളും ഇല്ല. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ റോഡ് സർവീസ് റോഡ് ഇങ്ങോട്ട് കയറുന്ന ബൈ റോഡ് ഫുൾ കൊട്ടി അടയ്ക്കുക. അതിനുള്ള പുതിയ സംവിധാനം കണ്ടെത്താതെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നാട്ടുകാരെ ഇടപെടുമ്പോൾ അത് കൊട്ടി അടച്ച് ആ സംവിധാനം ക്ലോസ് ചെയ്യലല്ല ഈ നാടിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ ഇതിലെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് രാത്രി ആയാലും പകലായാലും സ്റ്റാൻഡിൽ കയറാതെ കുറേ ആൾക്കാർ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കയറി വണ്ടി കൊണ്ട് വരും എന്ന് കാത്തു നിൽക്കുന്ന രാത്രി സ്ത്രീകളടക്കം കുറേ ആൾക്കാർ ബസ് കയറേണ്ടവരും അങ്ങോട്ട് ഓടും. അവർ ചെല്ലുമ്പോഴേക്കും വണ്ടി എടുത്തു പോകും. ഏത് വണ്ടികളും സർവീസിലൂടെ പോകണം എന്ന് കെ.എസ്.ആർ.ടി.സി ഓർഡർ കൊടുത്തു MDക്ക് എന്നാണ് പറഞ്ഞത്. ആ ഓർഡർ ഇവിടെ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. കെ.എസ്.ആർ.ടി.സിയിലേക്ക് ഇങ്ങോട്ട് തൃശ്ശൂരിൻ ഭാഗത്തുനിന്ന് വരുന്ന എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ കെ.എസ്.ആർ.ടി.സിയിൽ കയറാൻ ഒരു അസൗകര്യം ഇല്ല ഇവിടെ. പക്ഷേ ഓർഡിനറി ഒഴിച്ച് വേറെ ഒരു വണ്ടികളും പല സമയങ്ങളിലും കയറുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യാത്രക്കാർക്ക് വളരെയധികം ദുരിതങ്ങളുണ്ട്. രാത്രികാലങ്ങളിലടക്കം സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്ന യാത്രക്കാർ ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തിയിടുമ്പോൾ അവയ്ക്ക് പിന്നാലെ ഓടുന്നത് പതിവ് കാഴ്ചയാണ്. ഇത് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട്.
ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ മടിക്കുന്നതോടെ യാത്രക്കാരും ഈ സ്റ്റാൻഡ് ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയാണ്. അതായത് വൈകിട്ട് 6:45 കഴിഞ്ഞാൽ ഒരു KSRTC ബസ് പോലും ഈ സ്റ്റാൻഡിലേക്ക് കയറുന്നില്ല. ഈ യാത്രക്കാർ മുഴുവൻ ഹൈവേയുടെ സൈഡിൽ നിന്നിട്ടാണ് ബസ് നോക്കി കാത്തു നിൽക്കുന്നത്. ഈ പകൽ സമയത്തും ഒരു ബസ്സും അപൂർവം ചില ബസ്സുകൾ മാത്രമാണ് സ്റ്റാൻഡിലേക്ക് കയറുന്നുള്ളൂ. സൂപ്പർ ഫാസ്റ്റ് അതുമാതിരി പ്രീമിയം വണ്ടികൾ ഒന്നും തന്നെ സ്റ്റാൻഡിലേക്ക് കയറുന്നില്ല. ഇവിടെ സ്റ്റാൻഡ് ഉള്ളത് പോലും ദീർഘദൂര ബസ് ഡ്രൈവർമാർക്ക് പോലും അറിയില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഒരു സംവിധാനമായിട്ട് ഈ സ്റ്റാൻഡ് ഉണ്ടാവണം. അല്ല, യാത്രക്കാർക്ക് ഗുണകരമാവണം. അല്ലാണ്ട് വെറുതെ നമ്മളൊരു സ്റ്റാൻഡിന് പേര് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പുതുക്കാട് KSRTC സ്റ്റാൻഡ് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് KSRTC വണ്ടികൾ KSRTC സ്റ്റാൻഡിലേക്ക് കയറ്റാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അതുപോലെ യാത്രക്കാർ നമ്മളെ പുതുക്കാട് ഹൈവേയിലാണ് നിൽക്കുന്നത്. ബസ് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് പുതുക്കാട് ഹൈവേയിലാണ്. KSRTC സ്റ്റാൻഡിലേക്ക് ഒരു ബസ്സുകളും കയറുന്നില്ല. അതിന് വേണ്ട തീരുമാനങ്ങൾ പുതിയ മന്ത്രി വരുമ്പോഴും പുതിയ ഗവൺമെൻറ് വരുമ്പോഴും അതിന് ഉപകാരപ്രദമായ തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പുതിയ സർക്കാരും വകുപ്പ് മന്ത്രിയും വിഷയത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും പുതുക്കാട് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. തൃശൂർ എറണാകുളം പാതയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു KSRTC ബസ് സ്റ്റാൻഡാണ് പുതുക്കാടുള്ള KSRTC ബസ് സ്റ്റാൻഡ്. പക്ഷേ ഇപ്പോൾ യാത്രക്കാർ ഈ ബസ് സ്റ്റാൻഡിനെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം പല ബസ്സുകളും സ്റ്റാൻഡിൽ കയറാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ ദീർഘദൂര ബസ്സുകളടക്കം ഈ സ്റ്റാൻഡിൽ കയറണമെന്ന് നിർദ്ദേശമുണ്ട്. പക്ഷേ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ ദേശീയപാതയിൽ തന്നെ നിർത്തി യാത്രക്കാരെ ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ഈ സ്റ്റാൻഡിൽ വരാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറേണ്ടതില്ല. എന്നാൽ പകരം മുൻപിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റണമെന്ന നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല. ഏതായാലും യാത്രക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ സ്റ്റാൻഡിനെ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ഡൊമിനിക്കിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.